നമ്മളിവിടെ വാദി സിംഗയിൽ വന്നിരിക്കുകയാണ്. ഇതുവരെ അലൻ ജോസ് പറയുന്നവരുണ്ടല്ലോ പരാതി ഞാൻ വേണ്ടി ക്യാമറയുടെ അടുത്തേക്ക് പോകട്ടോ. ഇന്ന ദിവസം എന്താ അവസ്ഥ നോക്കിയ, കടല് മുമ്പിൽ പായിട്ട് കിടക്കുക. അങ്ങനെ 1 മണിക്കൂർ 45 മിനിറ്റ് ദുബായ് ടു ഫുജേറ, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഖൽബബൈ. അങ്ങനെ നമ്മളിപ്പോൾ ദിബയിലെത്തി. ഫുജേറയിലാണ് ഇപ്പോൾ ഉള്ളത് ഡിസ്ട്രിക്റ്റിൽ, ഫുജേറ എമിറേറ്റ്സിലാട്ടോ കിടക്കണേ. അങ്ങനെ ഒരു അടിപൊളി നേരം വെളുത്ത് വരാണ് സമയം. നല്ല അടിപൊളി ഒരു ബീച്ച് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയതാണ് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല വ്യൂ കണ്ടാലറിയാം ആ നേരം വെളുത്ത സമയം. പക്ഷേ അത്ര വലിയ ക്ലീൻ അല്ല ഇവിടെ കണ്ട. എന്തായാലും നമ്മളെ ലക്ഷ്യസ്ഥാനം ഇവിടെയല്ല, നമ്മളൊരു വാദി അന്വേഷിച്ച് വന്നിരിക്കുക. നമ്മളിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന, നമുക്ക് കുളിക്കാൻ പറ്റുന്ന, സ്വിം ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വാദി, അവിടേക്ക് ലൊക്കേഷനിൽ പോകുന്ന വഴിക്ക് നേരം വെളുത്ത സമയം ജസ്റ്റ് ഒരു ഔട്ടിങ് ഈ ഒരു ബീച്ച് സൈഡ് കണ്ടപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ. കാണില്ല. അങ്ങനെ എത്തി. നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം നല്ല അടിപൊളി, ഒരു ചെറിയ സിംഗിൾ മരം. അവിടെ അടുത്തൊന്നും വേറെ മരങ്ങളും അപ്പുറത്തല്ലേ, കുറച്ച് ദൂരെയാണ്. കിടപ്പ് അടിപൊളി കേട്ടോ. പക്ഷേ നല്ല ചൂടുണ്ട്, ക്ലൈമറ്റ് ശരിയല്ല. ക്ലൈമറ്റ് ചെറിയൊരു ഹ്യൂമിഡിറ്റി ഉണ്ട്, ഒരു തണുത്ത സെക്ഷനല്ല. സൗണ്ടിന് എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. സൗണ്ട് പോയിട്ടുള്ള അടഞ്ഞിട്ടുള്ളത്. ഇനി ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ പോകാൻ വിചാരിച്ചു, ഇറങ്ങാൻ കരുതി. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല. നൈറ്റ് 2-3 മണിയാകുമ്പോഴത്തേക്ക് ആളാടുന്ന് ദുബായിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ ഇവിടെ ഈ ടൈം നേരം വെളുത്ത് ഒരു 6-7 മണിയാവാനായി നമ്മളിവിടെ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് നേരെ നമ്മളെ മെയിൻ സ്പോട്ട് ഇതൊന്നല്ല, നമ്മളെ വാദിയിലേക്ക് പോകട്ടോ. ദുബായിൽ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ നല്ല വെള്ളം കുളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി വെള്ളമൊക്കെ ഉള്ള ഒരു വാദിയുണ്ട്. ഭയങ്കര വൈറലാണ് ഇപ്പോൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് അവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വന്നിരിക്കട്ടോ. യെസ്, ഗവൺമെൻറ് ഓഫ് ഫുജേറ ദിബ്ബ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. അപ്പർ സൈഡ് കംപ്ലീറ്റ് നല്ല മലനിരകളാണ്. പക്ഷേ ഈ സമയമായിട്ടുള്ള ആ ഒരു ഫോഗ് മൂടിക്കെട്ടിട്ടാണ് ക്ലിയറായിട്ട് മലകൾ മനസ്സിലാവാത്തത്. പക്ഷേ ഇതാ ഇപ്പോഴത്തെ നേരെ നല്ല അടിപൊളിയായിട്ട് ബീച്ച് കാണാം. ഒരു സൈഡിൽ ബീച്ചാണ്, ഇപ്പുറ സൈഡിൽ മലനിര. സെൻട്രൽ കൂടെയുള്ള റോഡ്. ഇനി ഡയറക്റ്റ് നമ്മൾ ലൊക്കേഷനിലേക്ക് ഇനി എത്താൻ ഇനിയും വേണം ഒരു 10-15 കിലോമീറ്റർ ഓടാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു മോർണിംഗ് സമയം നമുക്കിവിടെ ബീച്ചിൽ കാണാമെന്ന് വെച്ചിട്ട്, സമയം ഇപ്പോൾ ഒരു 7-10 ആയിട്ടുണ്ടാവും. നേരെ മലനിരകളൊക്കെ ഉണ്ടാ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ഫ്രെയിമിൽ കാണുന്ന ഈ മലനിരകളിലെ പിന്നിലുള്ള മലനിരകളൊക്കെ കോടകൾ കറക്റ്റ് കോടയൊന്നും മാറി വന്നിട്ടില്ല. എന്തായാലും അതിനേക്കാളും വലിയ ഒരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടണേ. അടിപൊളി ഒരു ബീച്ച് കേട്ടോ. ആ ഏരിയയിൽ കുറച്ചൊരു വൃത്തിക്കുറവേ ഉള്ളൂ, ഇല്ലാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ. ബട്ട് എന്തോ
ഈ ഒരു ഏരിയയിലൊക്കെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വെളിച്ചം വെച്ചുകൊണ്ട് തന്നെ സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മളെ കിയക്കുട്ടിനായിട്ട് വണ്ടിയാണ്. കിയ പോവല്ലേ? നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പിടിക്കാമല്ലോ. അടുത്ത ഡെസ്റ്റിനേഷനിൽ പിടിക്കാം, വാദി. അപ്പോൾ നമ്മളെ ബീച്ചിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്, വാദിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വാദിയിലെത്തിയിട്ട് കാണാം. ബൈ. ഇന്ന ദിവസം മെയ് 31. ഇവിടെ വെള്ളമുണ്ട്, ഇപ്പോഴുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ശരിക്കുള്ള ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാ, വാദിയിലിട്ടാ. അടിപൊളി വെള്ളം, സേഫ്റ്റി കാർഡൊന്നുമില്ല. എന്തായാലും നല്ല നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. 5 മീറ്റർ അവിടെ ഭാഗത്തൊക്കെ 5 മീറ്ററോളം ആയുണ്ട്. പക്ഷേ നല്ലൊരു സ്പേസ്, നല്ല അടിപൊളി മലനിരകൾക്കിടയിലുള്ള നല്ല അടിപൊളി ഡാമിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗാർഡ് കാര്യങ്ങളൊന്നുമില്ല. നല്ലോണം ശ്രദ്ധിക്കണം. 5 മീറ്ററോളം ഇവിടെ നല്ല വെയിലാ. ഭാഗത്തടിക്കുമ്പോൾ നല്ല വെയിലാണെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അതെ, വെള്ളം സെറ്റാണ്. പക്ഷേ അങ്ങോട്ട് പോകണ്ടേ അധികം. കുളിക്കാൻ വരണ്ടെങ്കിലും കാണാൻ വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. അടിപൊളി മലയും അതിനിടയിലുള്ള നല്ലൊരു ഡാമും. അടിപൊളിയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഡാമിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആട്ടോ. അടിയിലുള്ള കല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. കുറച്ചുകൂടി അങ്ങോട്ട് പോയാലും കാണാൻ പറ്റും. കാരണം അടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. എന്തായാലും മിസ്സാക്കണ്ട, ദുബായിലുള്ള ആൾക്കാരൊന്നും മിസ്സാക്കണ്ട, യുഎയിലുള്ള ആൾക്കാരൊന്നും മിസ്സാക്കണ്ട. ഫുജേറ എമിറേറ്റ്സിൽ ആണ് ഈ ഒരു ഡാം നിൽക്കുന്നത്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ദിബയിലാണ്. പക്ഷേ ഇത് ഇവിടെ കറക്റ്റുള്ള സ്പേസ് ഞാൻ അതിലിടാം. ഓക്കെ, നല്ല വെയിലടിക്കാൻ തുടങ്ങി. ഒരു 8 മണിയായി. രാവിലെ 7 മണിക്ക് വന്നതാണ്. ഇപ്പോൾ നല്ല വെയിലടിക്കുകയാണ്. ഈ ഒരു ഏരിയ നല്ല വെയിലടിക്കുകയാണ്. പക്ഷേ അതൊന്നും വിഷയമില്ല. ഈ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അടിപൊളി. ഒരുപാട് പേരുണ്ട്, പിന്നെ കിസേസിനും ദുബായിൽ നിന്ന് ഷാർജ എന്നൊക്കെ വന്നിട്ട്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. ഇനിയൊന്നുമില്ല, ബാക്കിയെടുത്തോ. അത് വേറെ ആൾക്കാരെ സാധനം അടുത്തൊന്നല്ല. ചേട്ടാ അതിന്റെ ഇതില്ലേ, മിഷീനില്ലേ? 1500 ലാഭാക്കിയില്ലേ? 1500 ലാഭാക്കിയില്ലേ? ഒന്നുകൂടി മൂട്ട് വേറെ ഒന്നും കിട്ടും. എന്താ അതല്ലേ പറഞ്ഞു നിന്റെ അടുത്ത് അൾട്രാ 3യും ഊപ്പും പോയിന്ന്. വാച്ച് പോയിനാ വെറുതെ പറയല്ലേ? സത്യം ഇല്ല, വാച്ച് വിരിച്ചിടാ. ഇത് ഞാൻ മോളിൽ നിന്ന് ചാടിയപ്പോ എന്റെ ഊപ്പ് താഴെ പോയി. ഇടുവോ, ഇൻസ്റ്റഗ്രാമിൽ ഇടുവാ. പക്ഷെ നിനക്കറിയോ, എന്റെ അനിയൻ അത് ചാടി എടുത്തപ്പോ കിട്ടിയതാണ് അവന്റെ തലയിരിക്കുന്നത്. ഈ സാധനം കിട്ടി. അപ്പൊ എന്താ ലാഭമല്ല ചാടി. അതെ, ചാടിയിട്ട് ലാഭമായി. നമ്മള് വീഡിയോ ചാടിയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. അഫ്സലാണ് ക്യാമറമാൻ. അവന്റെ ഫ്രണ്ട്. ഇവിടെ വാദി സിംഗയിൽ വന്നിരിക്കുകയാണ്. ഇതുവരെ അലൻ ജോസ് പറയുന്ന പോലെ ഉണ്ടല്ലോ ഞാൻ ക്യാമറയുടെ താഴത്തേക്ക് പോകട്ടോ. ചാടിക്കോ. നല്ല അടിപൊളി വ്യൂ, നല്ല രസമുണ്ട് ഇവിടെ. നല്ല പച്ചക്കളർ വെള്ളം. ഞാൻ ആടെ നിൽക്കാം. പക്ഷെ എനിക്ക് അധികം നേരം നിൽക്കാമല്ല, ശ്വാസം മുട്ടുന്നുണ്ട്. അടിപൊളി, പെർഫെക്റ്റ്. വെള്ളം കുടിച്ചാ? 5 മീറ്ററാണ് ഇതിൻ്റെ അടിയിൽ. 5 മീറ്ററാണ് ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ. ഭയങ്കര ആയാണ് ഈ ഏരിയയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ വരട്ടെ എല്ലാവർക്കും. ദുബായിൽ ഓപ്പണായി കിടക്കുന്ന ഒരു നല്ല അടിപൊളി സ്വിമ്മിങ് ഡാമാണ്. അപ്പോൾ നല്ല കാഴ്ചകൾ, ഇതുപോലത്തെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഒരു ചാനലിലൂടെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇടും. അപ്പോൾ
ഇതിന് നല്ല വീഡിയോ അയച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.